ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ അനുഗ്രഹം വാങ്ങാൻ മന്ത്രി ബിന്ദു കൃഷ്ണ പോയതുമായി ബന്ധപ്പെട്ട ചിത്രത്തിൻ്റെയും വാർത്തയുടെയും ഒക്കെ അടിയിൽ ചില അതിനൂതന വ്യക്തിത്വങ്ങൾ രംഗത്ത് വന്ന് പാണക്കാട് തങ്ങളുടെ വീട്ടിൽ പോയി അനുഗ്രഹം വാങ്ങിക്കുന്നതിന് കുഴപ്പമില്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചേതാണെന്നൊക്കെ പറഞ്ഞ് വലിയ വായിലെ നിലവിളിക്കുന്ന, കമൻ്റ് എഴുതി ആ പ്രവൃത്തിയെ സാധൂകരിക്കുന്ന, അതിനെ വെള്ളപൂശുന്ന, അതിനെ മനോഹരമാക്കുന്ന ചില സംഗതികളൊക്കെ കാണാനിടയായി. ആ സംഗതികളൊക്കെ കണ്ടപ്പോൾ എനിക്ക് വേറൊന്നുമല്ല തോന്നിയത്, നമ്മൾ സാധാരണ പറയത്തില്ലേ, താരതമ്യം ചെയ്യേണ്ടത് താരതമ്യാർഹമായ വസ്തുക്കൾ തമ്മിലാണ്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു വസ്തുവിനെ കടലിനെയും കടലയ്ക്കായും തമ്മിൽ താരതമ്യം ചെയ്യൂല. അത് രണ്ടും രണ്ടാണ്. എന്നതുപോലെ വെള്ളാപ്പള്ളി നടേശനെയും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും തമ്മിൽ രാഷ്ട്രീയമായോ സാമൂഹികമായോ മാനവികമായോ താരതമ്യം ചെയ്യാൻ കഴിയുന്നതല്ല എന്നെല്ലാവർക്കും അറിയാം. അതിൻ്റെ ചില കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാരണം സാദിഖ് അലി ശിഹാബ് തങ്ങൾ UDFൻ്റെ ഒരു നേതാവാണ്. ഈ ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി സംവിധാനം പണ്ട് കരുണാകരൻ്റെ നേതൃത്വത്തിൽ ഒക്കെ രൂപപ്പെടുത്തുമ്പോൾ അന്ന് മുതലേ അന്നുണ്ടായിരുന്ന പാണക്കാട് തങ്ങൾ ആരാണോ അദ്ദേഹം അടക്കമുള്ളവർ ഐക്യജനാധിപത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് മാത്രമല്ല, ചെറിയൊരിടവേള മാറി നിന്നതൊഴിച്ചാൽ കേരള രാഷ്ട്രീയത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അടക്കം ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ UDFലെ ഉന്നത നേതാക്കളുടെ ബോർഡ് വെച്ചാൽ, ചിത്രം വെച്ചാൽ, അത്തരം കാര്യങ്ങൾ വെച്ചാൽ അതിൽ പ്രമുഖമായ സ്ഥാനം നൽകി വെക്കേണ്ട ആളുകളിൽ ഒരാളാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അപ്പോൾ UDFലെ മന്ത്രിമാരോ നേതാക്കളോ അദ്ദേഹത്തെ സന്ദർശിക്കുന്നത് വെള്ളാപ്പള്ളിയുമായി താരതമ്യം ചെയ്യാവുന്നതല്ല. എന്താണെന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി UDF സംവിധാനത്തെയും ആ പ്രസ്ഥാനത്തെയും ആ രാഷ്ട്രീയത്തെയും തുറന്നെതിർക്കുന്ന, പരസ്യമായി അപമാനിച്ച, പരസ്യമായി വിദ്വേഷം പറഞ്ഞ, പരസ്യമായി കളവുകൾ പറഞ്ഞ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് UDFൻ്റെ രാഷ്ട്രീയത്തിൽ ഒരിക്കലും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ താരതമ്യത്തിന് അർഹനല്ല ആര്? വെള്ളാപ്പള്ളി നടേശൻ. രണ്ടാമത്തെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഇത്രയും പ്രക്ഷുബ്ധമായ അന്തരീക്ഷമൊക്കെ ഉണ്ടായപ്പോഴും കേരളത്തിൻ്റെ സാമൂഹിക സൗഹാർദ്ദത്തിന്, മനുഷ്യ സൗഹാർദ്ദത്തിന്, മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രസ്താവനകളോ ഒന്നും നടത്തിയില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം ആത്യന്തികമായി നിലകൊണ്ടത് മതസൗഹാർദ്ദത്തിനും മനുഷ്യസ്നേഹത്തിനും വേണ്ടിയിട്ടാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്തെങ്കിലും തരത്തിൽ പ്രകോപിപ്പിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തി ലീഗിനെയാണ് മലപ്പുറത്തിനെയാണ്, ശ്വാസം മുട്ടുന്നു, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു, എനിക്ക് ദേഹം കുഴഞ്ഞു വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴും ശ്വാസം വെച്ച് കഴിയുമ്പോൾ അങ്ങ് നേരെ വീണോളും, ഛർദ്ദിക്കുമ്പോൾ ഒരാശ്വാസം കിട്ടും എന്നൊക്കെ പറഞ്ഞങ്ങ് പിരിഞ്ഞു പോയതല്ലാതെ അതിലേക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങളോ PK കുഞ്ഞാലിക്കുട്ടിയോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശവും നടത്തിയിട്ടേയില്ല. അതുകൊണ്ട് തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളെ ആരെങ്കിലും കാണാൻ പോകുന്നതിന് ഒരു എതിർപ്പും പ്രകടിപ്പിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. കാരണം അദ്ദേഹം നിലകൊണ്ടത് മാനവിക സൗഹാർദ്ദത്തിനാണ്, മനുഷ്യ സൗഹാർദ്ദത്തിനാണ്. ഇനി മൂന്നാമത്തെ കാര്യം, സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനം, വെള്ളാപ്പള്ളി നടേശൻ സാറ് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനം, ഇവർ രണ്ടുപേരും സാമ്പത്തികം കൈകാര്യം ചെയ്തതിൻ്റെ രീതിയുമായി ബന്ധപ്പെട്ട ഒരു താരതമ്യത്തിന് മുതിർന്നാൽ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ പ്രസ്ഥാനം നടത്തുന്ന സാമ്പത്തിക ഏർപ്പാടുകളിൽ അതിൻ്റെ ആ ക്യാഷ് ഔട്ട്ഫ്ലോ അഥവാ അതിൻ്റെ സ്പെൻഡ്, അതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നോക്കിയാൽ കേരളം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ CH സെൻറ്ററുകൾ ഒന്ന്, രണ്ടാമത്തേത് കേരളം മുഴുവൻ ഒത്തിരി മനുഷ്യർക്ക്, ആയിരക്കണക്കിന് ആളുകൾക്ക് വീട് വെച്ചു കൊടുത്ത ബൈത്തുർ റഹ്മ, നിർധനരായ നാനാജാതി മതത്തിൽപ്പെട്ട മനുഷ്യർക്ക് വീട് വെച്ചു കൊടുത്ത ബൈത്തുർ റഹ്മ, മൂന്നാമത്തേത് സംസ്ഥാന സർക്കാരിൻ്റെ വീടുകളിൽ പോലും ആളുകൾ പാർക്കുന്നതിന് മുമ്പ് വീട് വെച്ച് നാനാജാതി മതത്തിൽപ്പെട്ട മനുഷ്യർക്ക് അവരവരുടെ വിശ്വാസമനുസരിച്ച് കയറി താമസിക്കാനുള്ള അവസരമുണ്ടാക്കിയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് മുസ്ലിം ലീഗ്. എന്നാൽ SNDP മറുവശത്ത് എന്താ? സർക്കാരിൽ നിന്ന് മൈക്രോ ഫിനാൻസിന് വേണ്ടി പണം വാങ്ങിച്ച് അതിൻ്റെ തിരിമറി നടത്തിയെന്ന് പറഞ്ഞിട്ട് നിരവധിയായ കേസുകൾ ഇപ്പോഴും തുടരുന്ന, കിടക്കുന്ന ഒരു പ്രസ്ഥാനത്തെ നയിക്കുന്ന, അതിൽ കുറ്റാരോപിതനായ ആരോപിതനായ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ സാറ്. അവർ തമ്മിൽ എങ്ങനെയാണ് താരതമ്യമാവുക?
ഒരാൾ പണം ഉപയോഗിച്ച് നന്മകൾ ഒത്തിരി ചെയ്യുന്നു, അത് സമൂഹം മുഴുവൻ ഏറ്റെടുക്കുന്നു, അഭിനന്ദിക്കുന്നു. ഹൃദയം കൊണ്ട് നിർമ്മിച്ച വീടെന്ന അദ്ദേഹത്തിൻ്റെ പദപ്രയോഗമൊക്കെ എല്ലാവരും ഏറ്റെടുത്തതാണ്. ആ സ്ഥാനത്താണ് മറുവശത്ത് ഇദ്ദേഹത്തിൻ്റെ ഈ സംഗതി നടക്കുന്നത്. ഇനി അവസാനത്തെ പോയിൻ്റ് എന്താണെന്നറിയോ? മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് സംഘടനകളുണ്ട്, വിവിധങ്ങളായ സാമുദായിക സാമൂഹിക സംഘടനകളുണ്ട്. പക്ഷേ ഈ സംഘടനകളെല്ലാം അംഗീകരിക്കുന്ന, ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന നേതാക്കളിൽ ഒരാളാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. എന്ന് മാത്രമല്ല, ഏതാണ്ട് 10, 60, 70 വർഷക്കാലമായി തുടർച്ചയായി അടച്ചിട്ടില്ലാത്ത ഗേറ്റ് ജനങ്ങൾ ആശ്വാസത്തിനും സമാധാനത്തിനും സഹായത്തിനും ഒക്കെ വേണ്ടി ആയിരങ്ങൾ എല്ലാ ദിവസവും എത്തിച്ചേരുന്ന ഒരു ഭവനം അല്ലെങ്കിൽ ഒരു വീട്, ഒരു മേൽവിലാസം, അത് നിലനിർത്തിപ്പോരുന്ന ഒരു പരമ്പര. അതൊക്കെ എന്താ നിങ്ങൾ ഈ പറയുന്ന വെള്ളാപ്പള്ളിയായിട്ട് താരതമ്യം ചെയ്യുന്നത്? മറിച്ച് വെള്ളാപ്പള്ളിയുടെ ഒരു സ്ഥിതി എന്താ? ആ സമുദായത്തിൽപ്പെട്ടവർ തന്നെ രഹസ്യവും പരസ്യവുമായി തുറന്നെതിർക്കുന്ന ഒരാൾ അധികാരത്തിൻ്റെയും കോടതികളുടെയും പിൻബലത്തിൽ ആ കസേരയിൽ ഇരുന്നു പോകുന്ന ഒരാളുമായിട്ടാണോ താരതമ്യം ചെയ്യുന്നത്? അതുകൊണ്ട് ദയവായി സാദിഖ് അലി ശിഹാബ് തങ്ങളെ സന്ദർശിക്കുന്നതും വെള്ളാപ്പള്ളിയെ സന്ദർശിക്കുന്നതും തുല്യമായി കാണരുത്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്.